യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ അഹ്റോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്രായേൽ മക്കളോടും പറയേണ്ടതെന്തെന്നാൽ, യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു. ഇസ്രായേൽ ഗൃഹത്തിൽ ആരെങ്കിലും കാളയെയോ ആട്ടിൻകുട്ടിയെയോ കോലാടിനെയോ പാളയത്തിൽ വെച്ചോ പാളയത്തിന് പുറത്തു വെച്ചോ അറുക്കുകയും അതിനെ യഹോവയുടെ കൂടാരത്തിന്റെ മുമ്പിൽ യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അത് അവന് രക്തപാതകമായി എണ്ണണം. അവൻ രക്തം ചൊരിയിച്ചു ആ മനുഷ്യനെ അവന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയണം. ഇസ്രായേൽ മക്കൾ വരുന്ന ദേശത്ത് വെച്ച് അർപ്പിച്ചു വരുന്ന യാഗങ്ങളെ യഹോവയ്ക്ക് സമാധാനയാഗങ്ങളായി അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ അടുക്കൽ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരേണ്ടതാകുന്നു. പുരോഹിതൻ അവയുടെ രക്തം സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ യാഗപീഠത്തിന്മേൽ തളിച്ച് മേധസ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. അവർ വഴിപിഴച്ച് പിന്തുടരുന്ന ഭൂതങ്ങൾക്ക് ഇനി തങ്ങളുടെ ബലികൾ അർപ്പിക്കരുത്. ഇത് തലമുറ തലമുറയായി അവർക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നീ അവരോട് പറയേണ്ടതെന്നാൽ, ഇസ്രായേൽ ഗൃഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും ഹോമയാഗമോ ഹനനയാഗമോ അർപ്പിക്കുകയും അത് യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് നീക്കിക്കളയണം. ഇസ്രായേൽ ഗൃഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും വല്ല രക്തവും ഭക്ഷിച്ചാൽ രക്തം ഭക്ഷിച്ചവന്റെ നേരെ ഞാൻ ദൃഷ്ടിവെച്ച് അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമാണോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്? അതുകൊണ്ടത്രേ നിങ്ങളിൽ യാതൊരുവനും രക്തം ഭക്ഷിക്കരുത്. നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും രക്തം ഭക്ഷിക്കരുത് എന്ന് ഞാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്. ഇസ്രായേൽ മക്കളിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തിന്നാവുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അവൻ അതിന്റെ രക്തം കളഞ്ഞ് മണ്ണിട്ട് മൂടണം. സകല ജഡത്തിന്റെയും ജീവൻ അതിന്റെ ജീവാധാരമായ രക്തം തന്നെ. അതുകൊണ്ടത്രേ ഞാൻ ഇസ്രായേൽ മക്കളോട് യാതൊരു ജഡത്തിന്റെ രക്തവും നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് കൽപ്പിച്ചത്. സകല ജഡത്തിന്റെയും ജീവൻ അതിന്റെ രക്തമല്ലോ. അത് ഭക്ഷിക്കുന്നവനെല്ലാം നീക്കിക്കളയണം. താനേ ചത്തതിനെയോ പറിച്ച് കീറിപ്പോയതിനെയോ തിന്നുന്നവനെല്ലാം സ്വദേശിയായാലും പരദേശിയായാലും വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. പിന്നെ അവൻ ശുദ്ധിയുള്ളവനാകും. വസ്ത്രം അലക്കാതെയും ദേഹം കഴുകാതെയും ഇരുന്നാൽ അവൻ കുറ്റം വഹിക്കണം. ബാറുക്കുന്നു.